ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിലേക്ക് കയറുന്ന എൻട്രൻസ്. ഇവിടെ ഞാൻ 3 പോട്ട് വെച്ചിട്ടുണ്ട്. ഈ പോട്ട് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതാണ്. ഡസ്റ്റ്ബിന്നായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്, പക്ഷെ ഞാനിതിൽ പ്ലാന്റ് വെച്ചു. നല്ലൊരു ഭംഗി തോന്നി. ഓയിസ്റ്റർ പ്ലാന്റ്, അലോവേര, സ്നേക്ക് പ്ലാന്റ്, ഇത് 3ഉമാണ് ഞാൻ വെച്ചത്. ഇത് 3 ലോ മെയിൻ്റെനൻസ് ആണ്. 100 രൂപ ഈ ഒരു പോട്ടിന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം നനച്ച് കൊടുത്താൽ മതി. 2 പോട്ടിലും കൂടെ ചെടികൾ വെക്കാനുണ്ട്. ഓയിസ്റ്റർ പ്ലാന്റ് 1 എടുത്തിട്ട് ഇതേപോലെ ചെറിയ പോട്ടിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഷൂറാക്കിന് മുകളിൽ വെച്ച ഇൻഡോർ പ്ലാന്റ്സ് ആണ്. 1 വാട്ടറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ളത് സിങ്കോണിയും ഫിലോഡെൻഡ്രോണും ആണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഞാൻ കയറുന്ന അവിടെ തന്നെ ഒരു സ്നേക്ക് പ്ലാന്റ് കൂടെ വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് എവിടെ കൊണ്ടുപോയിട്ടാലും ഉണ്ടാവുന്ന പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഇവിടേക്ക് വെളിച്ചം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സ്നേക്ക് പ്ലാന്റ് വെച്ചത്. ഇതിപ്പോൾ ഒരു 2 വർഷത്തോളം ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഈ 2 ചെടികളും ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ അതിനടുത്ത് നിൽക്കുന്നത് ബേൾമാക്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പച്ചയാണ്. ചെറുതായി ലൈറ്റ് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ ഇതൊന്നും കൂടെ നന്നായി ഉണ്ടാവും. ഈ TV യൂണിറ്റിൻ്റെ അടുത്തേക്ക് അധികം ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ബാൽക്കണിയിലൊന്ന് കൊണ്ടുപോയി വെക്കും. ഈ TV യൂണിറ്റിൽ ഞാൻ 4 പോട്ട് വെച്ചിട്ടുണ്ട്. 4ഉം ചെറുതാണ്. ഇതിൽ കാണുന്ന 3 വൈറ്റ് പോട്ട് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ബ്ലാക്ക് പോട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഇതിൽ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ കുറച്ച് പെബിൾസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വകയായിട്ട്. അപ്പോൾ ഇതിന് ഒരു ചെറിയ സ്റ്റാൻഡും ഉണ്ട്. ഈ പോട്ട് നമുക്ക് അതിൽ വെക്കാം. അതിനടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ചെറിയ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ അതൊരു ഗ്രീൻ പോട്ടിൽ ഗ്രീൻ പെബിൾസ് വെച്ചിട്ട് വെച്ചതാണ്. എന്നിട്ട് ഈ വൈറ്റ് പോട്ടിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഇതും ലോ മെയിൻ്റെനൻസ് ആണ്. TVയുടെ 2 സൈഡിലും 2 പോട്ട് വീതമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത സൈഡിലും സെയിം പോലെ ഓറഞ്ച് കളറിൽ ഓറഞ്ച് പെബിൾസ് ഇട്ടിട്ട് വൈറ്റ് പോട്ടിൽ ഇറക്കി വെച്ചു. അതും സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചത്. അപ്പോൾ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ ഒക്കെ ഒരു തീം വിചാരിച്ച് വെച്ചതാണ്. 3 കളേഴ്സും വന്നല്ലോ, ഓറഞ്ചും ഗ്രീനും വൈറ്റും. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഇൻഡോർ പ്ലാന്റ് പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഞാനൊരു വൈറ്റ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ ഷോ പീസിലുള്ളതൊന്നും ഒറിജിനൽ അല്ല, അതൊക്കെ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ സെറാമിക് പോട്ടിലുള്ളതാണ് മണി പ്ലാന്റ്. അതും ഒരു ജനലിൻ്റെ താഴെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ അത്യാവശ്യം ലൈറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കയറി വരുന്ന ഭാഗത്തുള്ള പ്ലാന്റ്സ്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്. പിന്നെ കിച്ചണിലേക്ക് പോകുന്ന വഴിയാണ് ഈ അഗ്ലോണിമയും ലക്കി ബാമ്പും വെച്ചിട്ടുള്ളത്. ഇത് 2 ഒരേപോലത്തെ പൊട്ടായതുകൊണ്ട് 2ഉം ഒരുമിച്ചാണ് വെച്ചത്. പിന്നെ ബാൽക്കണിയുടെ സൈഡിൽ മോൺസ്റ്റർ വെച്ചു. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഡൈനിങ് ഏരിയൻ്റെ അടുത്താണ് വെച്ചത്. ഈ ഷെൽഫിൻ്റെ മുകളിൽ ഞാൻ 4 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പോട്ടായതുകൊണ്ട് 4 കൊള്ളിക്കാം. ബാൽക്കണിയിലും കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ വെച്ചിട്ടുള്ള ഈ ക്രോക്കറി ഷെൽഫിൻ്റെ മുകളിലാണ്. ഇതൊരു അലോവേരയാണ്. അതുപോലെ വെള്ളത്തിലൊരു അഗ്ലോണിമയും വെച്ചിട്ടുണ്ട്. അത് വലിയ ഉഷാറായിട്ടൊന്നും വളരുന്നില്ല. നല്ലൊരു ഉന്മേഷവും ഉണർവും ഒക്കെ ഈ ചെടികളിൽ നമുക്ക് തരും. വെള്ളത്തിൽ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ്. ചെടികളോടുള്ള ഒരു ഇഷ്ടവും അത് നോക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കാം. എനിക്കിതുപോലത്തെ ലീഫി പ്ലാന്റ്സിനോടാണ് കുറച്ചുകൂടെ താല്പര്യം. ഇതൊക്കെ വീടിനുള്ളിൽ തന്നെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു റിലാക്സേഷനാണ്. പിന്നെ അധികം കെയർ വേണ്ടാത്ത ടൈപ്പിലുള്ള പ്ലാന്റ്സും ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻ. പ്ലാന്റ്സ് വെക്കാൻ ഇനിയും ആഗ്രഹമുണ്ട്, പക്ഷേ സ്ഥലപരിമിതി മൂലം ഞാനിപ്പോൾ വെക്കാത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.